ഒരു ടോണിക്ക് കുടിക്കുന്നതിന് കൊച്ചുകുട്ടികളെക്കാൾ വാശി. നാവാണെങ്കിലോ 100 മേനിയാ. ഈശ്വര, ഞാൻ കലക്കി വെച്ച വിഷം എനിക്ക് എന്നെ കുടിക്കേണ്ടി വന്നല്ലോ. ഓ, ഛർദിക്കാനും വരുന്നില്ലല്ലോ. അയ്യോ, എന്റെ വയറെല്ലാം ഉരുണ്ട് കയറുന്നേ. അയ്യോ, എന്റെ തൊണ്ട എങ്ങനെയെങ്കിലും ഛർദിച്ച് വെളിയിൽ കളയാന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ലല്ലോ. അയ്യോ, ഇതെന്തൊരു പരീക്ഷണ. ആർക്ക് ബോംബ് വെച്ചാല് അത് എന്റെ നേർക്ക് തന്നെ ഉരുണ്ട് വരികയാണല്ലോ. എല്ലാം പ്രിയങ്ക കാരണം. അവളുടെ ഒരു സ്ലോ പോയിസൺ. ഇത് അഖില കുടിച്ചിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അയ്യോ ഈശ്വര, എന്റെ കരളും കിഡ്നിയൊക്കെ പോയേ. അയ്യോ, അവളെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ അയ്യോ, കണ്ണും പോയോ? കാണുന്നില്ലല്ലോ. ഇല്ല, ഭാഗ്യം. അമ്മേ, പറയണ്ടി. പ്രിയങ്കെ, ഒരു സംശയം തീർക്കാൻ വിളിച്ചതാ. പറയണ്ടി, എന്താ കാര്യം? അതെ, നീ അഖിലയ്ക്ക് കലക്കി കൊടുക്കാൻ ഒരു സ്ലോ പോയിസൺ തന്നില്ലേ? അതറിയാതെ 1-2 തുള്ളി വയറ്റിപ്പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? എന്തു പറ്റി ആന്റി? പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡൗട്ട്. ആദ്യം നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറ, എന്നിട്ട് ഞാൻ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. വിഷത്തിന് 1 തുള്ളി 2 തുള്ളി എന്ന് കണക്കൊന്നുമില്ല. വിഷം വിഷം തന്നെ. വിഷം ഉള്ളിൽ ചെന്നാൽ അതിന്റെ റിയാക്ഷൻ കാണിച്ചിരിക്കും. അയ്യോ, എന്റെ ഈശ്വര, ഞാനിനിയിപ്പൊ എന്ത് ചെയ്യും? എനിക്ക് എന്റെ സഹദേവേട്ടനെ മക്കളെയും കാണണം. അവനവൻ കുഴിച്ച കുഴികളിൽ അവനവൻ തന്നെ വീഴുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് സംഭവിച്ചു. അയ്യോ എന്റെ ഈശ്വര. ആന്റി, എന്താ സംഭവിച്ചെന്നൊന്ന് പറയും. ഇനിയിപ്പൊ എന്ത് സംഭവിക്കാനാ പ്രിയങ്കെ? ഞാൻ അറിയാതെ തന്നെ ആത്മഹത്യാ ശ്രമം നടത്തിയ പോലെ ആയി. ആന്റി എന്തൊക്കെയാ പറയുന്നേ? അത് പ്രിയങ്കെ, കുടിക്കേണ്ടി. ഹലോ ഹലോ പ്രിയങ്ക, നീ എന്തൊന്നും മിണ്ടാത്തെ? അത് കുഴപ്പമൊന്നും വരില്ല. വൊമിറ്റ് ചെയ്തില്ലേ? അയ്യോ, എന്താ പ്രിയങ്ക ഇതൊക്കെ? നീ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് 1 തുള്ളിയെങ്കിലും വയറ്റി പോയ വിഷം വിഷം തന്നെയാന്ന്? ആന്റി, അവിടെ കിടന്ന് വിഷം വിഷം ഒന്ന് വിളിച്ചു കൂവാതെ ഫോൺ വെക്ക. ആന്റിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് അങ്കിൾ. നന്ദന, ഗുഡ് മോർണിംഗ്.
പനിക്ക് കുറവുണ്ട് ആന്റി? ആ ഇപ്പൊ നല്ല ഭേദമായി, വേദനയൊന്നുമില്ല. ആഹാ, ആ അയൺ ടോണിക്ക് കുടിച്ചതിന്റെ ഗുണം ഉണ്ടായി അല്ലേ ആന്റി? വിലാസിനിക്ക് എന്ത് പറ്റി? അങ്കിളൊന്നും അറിഞ്ഞില്ലേ? ആന്റി ഒന്ന് വീണു. എവിടെ? ബാത്റൂമിൽ വീണതെന്നൊക്കെ ആന്റി പറയുന്നത്. നന്ദനെ, നീ അർത്ഥം വെച്ചൊക്കെയാ സംസാരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ബാത്റൂമിലല്ലാതെ പിന്നെ ഞാൻ എന്താ ഓടയിൽ വീഴൂ? അഖില, ഇതിന്റെ ബാഗൊക്കെ എടുത്ത് ഇതെവിടെ പോകുന്നു? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി പണം കൊണ്ട് കോടീശ്വരിയാ, മനസ്സമാധാനം കൊണ്ട് ദരിദ്രയുമാ. ഞാൻ കുറച്ച് ദിവസങ്ങളായി അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും കാണാൻ സാധിക്കുന്നത് എനിക്കാണോന്നറിയില്ല. എനിക്ക് എന്റേതായ ചില ശരികളുണ്ട്. എന്റെ ശരികൾ പലർക്കും തെറ്റായി തോന്നിയേക്കാം, പക്ഷേ ഞാൻ എന്റെ ശരികൾ അനുസരിച്ച് ജീവിക്കൂ. അപ്പോ മക്കൾ വരെ ശത്രുക്കളായേക്കാം. ആ ശത്രുത ഒരുപക്ഷെ എന്റെ മരണം വരെ നീണ്ടുപോവുകയും ചെയ്യും. എന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോഴേ അതിനുള്ള മാർഗം കണ്ടുപിടിക്കണം. മനസ്സമാധാനം ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? എനിക്ക് സമാധാനം വേണം. അതുകൊണ്ട് ഞാൻ ഒരു യാത്ര പോവുകയാ. അയ്യോ ചേച്ചി, യാത്രയോ? ഒന്നുമില്ലെങ്കിലും മനസ്സിന്റെ ആദ്യം ഒന്ന് കുറയ്ക്കാലോ. അഖില, നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? ഒറ്റയ്ക്ക് പോകാനൊന്നും ഞാൻ അനുവദിക്കില്ല. മൂകാംബിക വരെ ഒറ്റയ്ക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് ഇളയച്ചനുണ്ടാവും. എന്താ ആന്റി പറയുന്നത്? ആന്റി ഈ അവസ്ഥയിൽ യാത്ര ചെയ്യുന്നത് ശരിയല്ല. ഈ അവസ്ഥയിൽ ഞാനിവിടെ നിൽക്കുന്നതാണ് ശരിയല്ലാത്തത്. എന്തെങ്കിലും ചില മാറ്റങ്ങൾ നല്ലതാണെന്ന് ഡോക്ടറും പറഞ്ഞു. അഖിലയ്ക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാനും വരാം. എനിക്കുമില്ലേ ഇതേ മാനസിക പ്രശ്നങ്ങൾ. കൃഷ്ണേട്ടൻ എന്തിനാ മാനസിക പ്രയാസം? ആഗ്രഹങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞില്ലേ? ഊരമ്പുകൾ തരയ്ക്കുന്നതിനേക്കാൾ വേദനയുണ്ട് ചിലപ്പോഴൊക്കെ അഖിലയുടെ വാക്കുകൾക്ക്. ഞാനൊരു കപ്പിത്താനാണ്, തൃച്ചംബരം എന്ന കുടുംബത്തിന്റെ ക്യാപ്റ്റൻ. ഈ കപ്പൽ മുങ്ങിപ്പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ കാണിച്ചിട്ടുണ്ടാകാം. അതൊരു തെറ്റാണെന്ന ബോധ്യം എനിക്കില്ല. പറഞ്ഞു മുഷിഞ്ഞതും ഇനി എത്ര കഴുകിയാലും വെളുക്കാത്തതുമായ വിഷയങ്ങളാണതൊക്കെ. തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങിയ ഈ അവസ്ഥയിൽ അതൊക്കെ പറയാനോ ഓർക്കാനോ താല്പര്യമില്ല. ഞാൻ പോയിട്ട് വരാം. അഖില, എല്ലാവരും കൂടി സംഘം ചേർന്ന് നിന്ന് എന്നെ ഒറ്റപ്പെടുത്തിയതും തോൽപ്പിച്ചതുമായ കാര്യങ്ങൾ എന്റെ മനസ്സിൽ കിടന്ന് നീറുകയാണ്. ആ നീറ്റലൊരു പരിധിവരെയെങ്കിലും മറക്കണമെങ്കിൽ എനിക്ക് യാത്ര അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ പോകുന്നു. എനിക്ക് പോയേ പറ്റൂ. അഖില, ചേച്ചി. വിലാസിനി, ഈ തീപ്പുരയിൽ നിന്നും സമാധാനത്തിന്റെ കാറ്റും വെളിച്ചവും തേടിയുള്ള ഒരു പുണ്യയാത്രയ്ക്കിറങ്ങാ. പിറകിന്ന് വിളിക്കരുത്. ഇവിടുത്തെ എല്ലാ പ്രതിസന്ധികളിലും ചേച്ചിയോടൊപ്പം എന്നും നിന്നിട്ടുള്ളവളാ ചേച്ചിയുടെ ഈ അനുജത്തി. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും ചേച്ചി കാണിക്കണം. ചേച്ചി, ചേച്ചിയുടെ വേദനയും വിഷമവും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതിവിടെ എന്നെപ്പോലെ മറ്റാർക്കും മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നലല്ല, മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ ന്യായവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അതവരുടെ കാര്യം. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി.
അതിനെതിരെ ഞാൻ നടത്തിയ നീക്കങ്ങൾ എന്നെ എല്ലാവരുടെയും ശത്രുവാക്കി മാറ്റി. എന്നെക്കുറിച്ച് പറഞ്ഞ് ചേച്ചിയെയും പലരും തെറ്റിദ്ധരിപ്പിച്ചു. തൃച്ചംബരത്തെ രണ്ടാമത്തെ മരുമകളായ എനിക്ക് ഇവരാരും ഒരു വഴിയിൽ അലഞ്ഞു നടക്കുന്ന പിച്ചക്കാരിയുടെ വില പോലും തന്നിട്ടില്ല. എന്നിട്ടും ഞാൻ ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. എന്റെ പരാതികൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടമ്മമാരുടെ മക്കളാണെങ്കിലും ചേച്ചി എനിക്കെന്റെ കൂടപ്പിറപ്പിനെ പോലെയാ, എന്റെ സ്വന്തം ചേച്ചി. തകർന്നു നിൽക്കുക ചേച്ചി നമ്മുടെ കുടുംബം. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് തല ഉയർത്താൻ വയ്യ. തൃച്ചംബരത്തിന്റെ അധികാരി ചേച്ചിയാണ്. ഈ അവസ്ഥയിൽ ചേച്ചി ഈ വീട് വിട്ടു പോയാ ഇവിടുത്തെ അവസ്ഥ ചേച്ചി ഒന്ന് ചിന്തിച്ചു നോക്ക്. ശ്രീകോവിൽ വിട്ട് ദൈവം പോകുന്ന പോലെയാ തൃച്ചംബരം വിട്ട് ചേച്ചി പോകുന്നത്. ദൈവമില്ലാത്ത അമ്പലത്തിൽ വിളക്ക് കത്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്റെ ഭർത്താവിനെയും മക്കളെയും വിട്ടാ ഞാൻ ഇവിടെ ചേച്ചിയോടൊപ്പം ജീവിക്കുന്നത്. എന്റെ ഭർത്താവ് വന്ന് ബലമായി എന്നെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതാ. എനിക്കവിടെ ഒരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കായിരുന്നു. എന്നിട്ടും ഞാൻ തൃച്ചംബരത്തേക്ക് തിരിച്ചു വന്നു. ഇത് എന്റെയും വീടാണെന്ന അർത്ഥത്തിൽ മാത്രമല്ല. എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്കറിയാം. ആ അടുക്കളക്കാരി പെണ്ണിനെ കുറിച്ച് ഞാൻ ഓരോ കുറ്റം പറയുമ്പോഴും എല്ലാവരും അവളോടൊപ്പം നിന്ന് എന്നെയും തോൽപ്പിച്ചില്ലേ ചേച്ചി? ഒടുവില് അവള് നമ്മുടെ ആനന്ദിനെയും തട്ടിക്കൊണ്ടുപോയി. ഇത് സംഭവിക്കാതിരിക്കാനാ ഞാൻ എന്റെ ജീവിതവും മറന്നിവിടെ നിന്നത്. അതൊക്കെ ചേച്ചി മനസ്സിലാക്കി വന്നപ്പോ വളരെ വൈകിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, തൃച്ചംബരത്തിന്റെ പാരമ്പര്യത്തെപ്പറ്റിയും അഭിമാനത്തെപ്പറ്റിയും എനിക്കും ഉത്കണ്ഠയുണ്ട്. ഈ തറവാടിന്റെ അന്തസ്സ് നശിക്കരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ചേച്ചി കൈവിടാതെ കാത്തു സൂക്ഷിച്ച തൃച്ചംബരത്തിന്റെ കുലമഹിമ നഷ്ടപ്പെടാതിരിക്കാൻ ചേച്ചിയോടൊപ്പം നിന്നവളാ ഞാൻ. ഞാൻ ഇവിടെ വന്ന് കയറിയതിനു ശേഷം ഞാനും തൃച്ചംബരത്തെ വിലാസിനിയായതിൽ എത്രമാത്രം അഭിമാനിക്കുന്നു എന്നറിയോ ചേച്ചിക്ക്? ഇനി ആരൊക്കെ ചേച്ചി ഉപേക്ഷിച്ചാലും വെറുത്താലും ഈ വിലാസിനി എന്നും ചേച്ചിയുടെ കൂടെ ഉണ്ടാകും. ചേച്ചിയുടെ ഒരു നിഴലായി കൂടെ നടക്കുന്നത് എനിക്കെന്ത് അഭിമാനമാണെന്നോ? നാട്ടുകാര് നമ്മളെ ഉറ്റുനോക്കുക. മകൻ ഒരു പാത്രം കഴുകുകാരി പെണ്ണിന്റെ കൂടെ ഇറങ്ങിപ്പോയി. നാണം കെട്ട് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി നാട് വിട്ടുവെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അതുകൊണ്ട് ചേച്ചി ഇപ്പൊ എങ്ങും പോകരുത്. ഞാൻ ഏത് നേരവും ചേച്ചിയുടെ കൂടെ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ചേച്ചിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ചേച്ചി ഇപ്പോൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങരുത്. ഈ അനിയത്തിയുടെ ഒരു അപേക്ഷയാണ്.